പൊന്തിച്ചാനും പിടിക്കാനും പിടിക്കും. അതൊരു ചെടി നിന്നാണ്, അത് ഉദാ ഊരി വീണാണ്. താഴെ പൊട്ടിക്കിടക്കണതുണ്ട്, തുഴഞ്ഞെടുക്കാനും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, രതീഷാണ്. നമ്മൾ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ, അതായത് ഓർഗാനിക് കേരളത്തിൻ്റെ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ അജിത്തേട്ടൻ്റെ കുവയെ പറ്റിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ അജിത്തേട്ടൻ്റെ കുവയെ പറ്റിയിട്ട് തന്നെയെന്ന് പറയാൻ കാരണം, നമ്മൾ അജിത്തേട്ടൻ കുവ 10 ഏക്കറോളം കുവ നട്ട സമയത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ തോട്ടം വന്ന് ഷൂട്ട് ചെയ്യുകയും നിങ്ങളുടെ മുമ്പിലേക്ക് ഈ കുവയെ പറ്റിയിട്ടുള്ള നല്ലൊരു വീഡിയോ നമ്മൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ അജിത്തേട്ടൻ അന്ന് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ കേരളത്തിൽ കുവ പറിക്കുന്നത് നമ്മുടെ ധനുമാസത്തിലൊക്കെയാണ്, തിരുവാതിര സമയത്തൊക്കെയാണ്. എന്നാൽ അതും കഴിഞ്ഞിട്ടുള്ള മകരത്തിലാണ് ഞങ്ങൾ കുവ പറിക്കാറ്. ഇതിൻ്റെ കാരണം കുവയ്ക്ക് കൂടുതൽ പൊടി ഉണ്ടാവും. അതുമാത്രമല്ല, കുവ അതിൻ്റെ എല്ലാ ക്വാളിറ്റിയോട് കൂടി നിലനിൽക്കുന്ന ഒരു സമയമാണ് മകരമാസം ഒക്കെ ആകുമ്പോഴേക്കെന്ന് അന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സത്യമാണ് എന്നുള്ളത് നമുക്ക് ഇന്ന് ഇവിടെ വന്നപ്പോൾ ബോധ്യമായി. അപ്പോൾ അതാണ് നിങ്ങളുമായിട്ട് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഇന്ന് നമ്മൾ അജിത്തേട്ടൻ്റെ കുവ വിളവെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അജിത്തേട്ടൻ്റെ കുവ വിളവെടുക്കുന്നതും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുവയുടെ ഒരു ക്വാളിറ്റിയും, അതുമാത്രമല്ല ആ കുവ ഈ മകരമാസമൊക്കെ ആകുമ്പോഴേക്ക് ഇതിന് 100 അഥവാ ഇതിൻ്റെ പൊടി കൂടുതലാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതും കൂടി ആ പൊടി ഇതിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ട് അത് എത്രത്തോളം നല്ല രീതിയിലാണ് ചെയ്യുന്നതെന്ന് കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് അജിത്തേട്ടനോട് തന്നെ കാര്യമായിട്ട് ചോദിക്കാം. അജിത്തേട്ട, എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞില്ല, നമ്മൾ വന്നിട്ടുള്ളൊരു 3 മാസത്തോളം കഴിഞ്ഞു ഇപ്പോൾ. അതായത് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ വിളവെടുപ്പ് തുടങ്ങി. എന്താണ് ഫസ്റ്റ് വിളവെടുപ്പ് തുടങ്ങിയപ്പോഴുള്ള ഒരു അനുഭവം എന്താണ്? ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, മകരമാസത്തിൽ പറിക്കുമ്പോഴാണ് ഇത് പൊടി കുറച്ച് ക്വാളിറ്റി കൂടുക, അതേപോലെ കിഴങ്ങൊക്കെ കുറച്ച് കനം കൂടുക, അതിൻ്റെ ഉള്ളിൽ ഫുള്ള് 100 നിറയുക മകരം മുതൽ പറിക്കുമ്പോഴാണ്. അപ്പോൾ ഈ മകരം മുതൽ പറിക്കിയപ്പോൾ അത് തണ്ടൊക്കെ കംപ്ലീറ്റ് ഉറങ്ങി, ഒന്നേരെയും തണ്ടാണ്, ബാക്കിയുള്ളതൊക്കെ ഉണങ്ങൽ തുടങ്ങി. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പറിച്ച് എടുക്കുമ്പോൾ അതിന് ഏറ്റവും ഗുണം നമ്മൾ ഏത് കിഴങ്ങ് കൂടുതൽ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ നമ്മളിപ്പോ ഇത് പറിച്ച് തുടങ്ങിയപ്പോ തന്നെ നമുക്ക് ഓർഡർ കിട്ടി തുടങ്ങി. അത്യാവശ്യം ഓർഡർ ഈ മകരം ആയതിനു ശേഷമാണ് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറിക്കാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ഓർഡർ മകരം തുടങ്ങിയിട്ട് തന്നെ വളരെ കുറച്ച്, ഇന്നിപ്പോ 3-ാം തീയതി ആയിട്ടുള്ള 4-ാം തീയതി ആയിട്ടുള്ള പറിച്ചു തുടങ്ങി. ഇപ്പൊ തന്നെ ഒരു 2 ടണ്ണോളം പോയി അജിത്തേട്ടൻ പറഞ്ഞത്. അപ്പൊ അത്രയും നല്ല രീതിയിൽ ഈ സാധനം മുന്നോട്ട് പോയിട്ടുണ്ട് അല്ലേ. അത്യാവശ്യം കസ്റ്റമേഴ്സ് വന്ന് തുടങ്ങി അല്ലേ. അപ്പൊ ശരിക്ക് കുവ അന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കുവ എന്ന് പറഞ്ഞത് കേരളത്തിന്റെ അനുയോജ്യമായിട്ടുള്ള ഒരു കൃഷി രീതിയുമാണ്. നമുക്ക് ഒരു ലാഭകരമായ രീതിയിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് അല്ലേ. ഇപ്പോ എത്ര പണിക്കാർ ഉണ്ട്? എത്രത്തോളം പണിക്കാർ? ഇന്ന് 2 പേരേ ഉള്ളൂ. ഞായറാഴ്ച കാരണം ലീവാണ്. ഇന്ന് ഞായറാഴ്ച ലീവാണ്, കുറവാണ് അല്ലേ. എല്ലാം കൂടുതൽ ഉണ്ടാവാറുണ്ട്. അതല്ലേ. ഇപ്പൊ നമ്മള് ഏകദേശം എത്രത്തോളം പറിച്ചു കഴിഞ്ഞു? ഇപ്പൊ ഒരു 20 സെന്റോളൊക്കെ പറിച്ചിട്ട് 25 സെന്റോളം പറിച്ചിട്ടുണ്ടാവും. 25 സെന്റോളം പറിച്ചിട്ടുണ്ട് അല്ലേ. ഇത് വെയിറ്റ് കൂടുതലായതുകൊണ്ട് വളരെ എന്താ കിഴങ്ങിന് നല്ല കനം തൂക്കം ഉണ്ടാവും. 25 സെന്റ് പറിച്ചാൽ തന്നെ അത്യാവശ്യം നമുക്ക് വിളവ് കിട്ടുമല്ലോ. അപ്പൊ കുഴപ്പമില്ലാതെ കിട്ടി അറിയാം. അതായത് നമ്മള് വെയിറ്റ് ഫുള്ള് വെച്ച് കഴിഞ്ഞാൽ കിഴങ്ങൊക്കെ ഇങ്ങനെ പൊട്ടൽ തുടങ്ങി ഇറക്കണം. അതിന്റെ അത്രയും 100 കൂടിയിട്ട് കിഴങ്ങിന്റെ സൈഡിലൊക്കെ നമ്മൾ 100 കൂടുമ്പോൾ ഈ കായൊക്കെ പൊട്ടൽ തുടങ്ങും. മറ്റേ പൂവങ്കായ, നേന്ത്രക്കായൊക്കെ പൊട്ടൽ. അതുപോലെ കിഴങ്ങ് ചില കിഴങ്ങുകൾ 100 കൂടിയിട്ട് പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നല്ല തൂക്കം ഉണ്ട്, കനം ഉണ്ട്, കുഴപ്പമില്ല. ഈ സമയത്താണ് വെയിറ്റും കനം കൂടി കിട്ടുക. അപ്പോൾ രാസവളങ്ങൾ ഇടാതെ തന്നെ 300 ഗ്രാം, 400 ഗ്രാം, 200 ഗ്രാം, 1/2 കിലോന്റെ മുകളിലുള്ള കിഴങ്ങുകളും കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട്. അതായത് അത്രയും വെയിറ്റ് കൂടിയതാ. ഓക്കെ. അത് അങ്ങനത്തെ കിഴങ്ങുകൾ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. കാരണം ചില ഈ കിഴങ്ങുകൾ നീളം തന്നെ ഉണ്ടോ, ശരിക്കും നമ്മളൊരു കയ്യിന്റെ പകുതിനേക്കായി ഉണ്ടോ. കയ്യിലൊന്ന് വെച്ച ആയിത്തേട്ടാ, ഇതൊക്കെ ശരിക്കും ഒരു ഇത്രയും നീളമുള്ള കിഴങ്ങുകൾ 300 ഗ്രാം ഒക്കെ ഉണ്ടാവും. 300 ഗ്രാമിന്റെ അടുത്ത് ഉണ്ടാവണം ഈ ഒരു സിംഗിൾ കിഴങ്ങ് മാത്രം. ഇത്രയും കിഴങ്ങുകൾ ഒരു ചോടിയിൽ നിന്ന് ഇങ്ങനത്തെ ഒരുപാട് കിഴങ്ങുകൾ കിട്ടുമല്ലോ അല്ലേ. ആ 3 കിഴങ്ങ് വെച്ചേ. 650 ഗ്രാം ഈ 3 കിഴങ്ങ് മാത്രം ഉണ്ട് അല്ലേ. പിന്നെ ഒരു മിനിറ്റ്, ഈ നീളമുള്ള കിഴങ്ങ് നോക്കാം നമുക്ക്. 250 ഗ്രാം. അപ്പൊ നിങ്ങള് 2 ടൺ അയച്ചെന്നൊക്കെ പറഞ്ഞാൽ വളരെ 10-25 സെന്റിൽ നിന്ന് ഇത്രയും സാധനം 3 കിഴങ്ങുന്ന 650 ഗ്രാം. മാത്രല്ല ഇത് ഒരു പക്ഷേ 700 ഗ്രാം ഉള്ളതായിരിക്കും. അതായത് നീര് വരിയും പറിച്ചിട്ട് കഴിഞ്ഞാലേ. ഇന്ന് നമ്മൾ 100 കിലോ പറിച്ചിട്ട് കഴിഞ്ഞാൽ നാളേക്ക് അത് വെയിലത്തല്ല തണുപ്പിലിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലത്തെ വെള്ളം 100 കിലോ പറിച്ചിട്ട് കഴിഞ്ഞാൽ നാളേക്ക് അത് 95 കിലോനെ ഉണ്ടാവുള്ളൂ.
പിന്നെ നീര് കുറയും. ഇതിൻ്റെ ഉള്ളിൽ നീരല്ലേ, പക്ഷെ ഇതിൻ്റെ ഉള്ളിലുള്ള പൊടി എവിടേക്കും പോവില്ല. ഇത് നമ്മൾ ഇതിൻ്റെ ചെറിയ ഇടത്തരം കിഴങ്ങുകൾ ചേട്ടത്തരം ഞെട്ടിയും പേരൊക്കെ വിത്തിന് വരുന്ന അതും എവിടേക്കും പോവില്ല. പക്ഷെ ആ സാധനം ഈ സാധനമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കം കുറയും. അതായത് ഇന്നത്തെ തൂക്കം നാളെ ഉണ്ടാവില്ല, ഒരു പരിധി വരെ ലിമിറ്റ്. അതിൻ്റെ ഉള്ളിലുള്ള പൊടിയും കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ ഒരു പക്ഷെ വാങ്ങിക്കണവർക്ക് അപ്പോൾ ഇപ്പം ഇന്ന് 100 കിലോ ഉള്ളത് നാളെ അത് 95 കിലോനൊക്കെ ഉണ്ടാവുള്ളൂ. തലപ്പ് വെട്ടിയിടും. തലപ്പ് വെട്ടിയിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൂമ്പോണ്ട് പറിച്ചെടുക്കുമ്പോൾ തൂമ്പമേ ചുറ്റിമുടിയുള്ളൂ, കാലുമിലേക്ക് വരും. തടസ്സങ്ങളൊക്കെ നമ്മൾ ആദ്യം വെട്ടി നീക്കണം. അത് നമ്മൾക്ക് അതിൻ്റെ ഇലകൾ മറ്റേ പശു, ആട്, പോത്ത്, എരുമ, കാളകൾക്കൊക്കെ കൊടുക്കുക. അതിൻ്റെ പച്ചപ്പുള്ള സാധനം. പശുവിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് കൂടുതൽ കിട്ടും, പാലിന് കൊഴുപ്പ് കിട്ടും. ഇത് കുറേ ദിവസം സ്ഥിരമായിട്ട് കൊടുത്താൽ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ചണ്ടിയും നമ്മൾ 100 എടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള വെള്ളമൊക്കെ പശുക്കൾക്ക് വേവിച്ച് കൊടുക്കുക, തിളപ്പിച്ച് കഞ്ഞിവെള്ളത്തിലൊക്കെ ഒഴിച്ച് കൊടുക്കുക. ചണ്ടിയും കൊടുക്കുന്നത് നല്ലതാണ് അറിയാം. പറിക്കണം. ഇതെന്താ പറയുക, ഇത് ഞങ്ങൾ മെഷീനിലല്ല ആളെ വെച്ചിട്ടേ പുല്ല് ഒതുങ്ങാൻ വേണ്ടിയിട്ട് വലിയ കിടങ്ങ് ചണ്ടിയും പുല്ലൊക്കെ ചെത്തിയിട്ടിട്ട് ഇതായത് കാരണേ ഇത് കുറച്ച് ഏരി വല്ലാണ്ട് വലുപ്പം കൂടിയത് കാരണം പറിക്കാൻ ചെറിയൊരു പ്രയാസമുണ്ട്. അങ്ങനെ ഇത്ര ആവശ്യമില്ല. നമ്മൾ താഴത്തൊക്കെ കണ്ട അതാണ് പാകം. ഇതെന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് പുല്ലും കളയും വന്നാൽ അത് ഒതുങ്ങാത്തത് കാരണം വലിയ ചാലുകളായിരുന്നു, അതിലേക്ക് പുല്ല് മുട്ടിയിട്ടേ. ഓക്കെ അതേട്ടാ, ശരിക്കും നമുക്ക് ഒരു ചുവടുന്നേ ഏകദേശം എത്ര ഇത് കിട്ടും? ശരി, ഒരു ഇതെന്ന് പറഞ്ഞാൽ ചിലതിൽ 2 കിലോ 1 കിലോ 1.5 കിലോ അങ്ങനെ ആ റേഞ്ചിനൊക്കെ കിട്ടുന്നുണ്ട്. ആ റേഞ്ച് ഞാൻ കാണിച്ചു തരാം. ഇവിടെ രണ്ടു ഒരു കിണക്കാണ്. കുറെ അതിൽ പൊട്ടിയിട്ട് കൊണ്ട് ഇതൊന്ന് പൊട്ടിയതാണ്. അതൊക്കെ ഇതാണ്ടോ, ഇത് കിഴങ്ങ് മൂപ്പായി കഴിഞ്ഞാൽ അതൊക്കെ പൊട്ടിയത് കൊണ്ടല്ലേ. ഇത്രയുണ്ടല്ലേ, നല്ല ക്വാളിറ്റി ഉള്ള എല്ലാവർക്കും കാണാം. അതിന്റെ മണ്ണൊന്ന് കുടയും, ജസ്റ്റ് ഒന്ന് എടുത്ത് കുടയും. ഇതാണ് നിങ്ങൾ പറഞ്ഞത്. ഇതിങ്ങനെ ഇതിപ്പോ അതിൽ പൊടി കൂടുതലായത് കൊണ്ട് പൊടി 100 കൂടുതൽ നേന്ത്രക്കായും കായൊക്കെ ഉണ്ടല്ലോ, പൂവും കായൊക്കെ മൂപ്പ് ജാസ്തി ആയി കഴിഞ്ഞാൽ പൊട്ടൽ തുടങ്ങും. ഇടയ്ക്ക് ഉണ്ടാവുള്ളൂ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പൊട്ടി കാണാറുണ്ട് അറിയാം. അത് നമ്മൾ തിരുവാതിര സമയത്തൊന്നും അങ്ങനെ പൊട്ടി കാണാറില്ല, ഞങ്ങൾ നേരത്തെയൊക്കെ പറിക്കും. അതേട്ടാ ശരിക്കേ ഇപ്പൊ ഇതിങ്ങനെ പറിച്ചു, ഫസ്റ്റ് പറിച്ചു, ഇതിന്ന് ഈ കായ വേർതിരിച്ചാല് അടുത്തൊരു പ്രോസസ് എന്താണ് നമ്മൾ ചെയ്യാടുത്ത്? ഇത് ഇതിന്റെ വേരും ഇതൊക്കെ പരമാവധി കുറച്ചൊക്കെ കണ്ട് പൊട്ടിക്കും. പൊട്ടിക്കാൻ ചെറിയ ഇതുള്ള ഇതൊക്കെ കണ്ട് പൊട്ടിച്ചിട്ട് പിന്നെ അങ്ങനെ മാറ്റലാണ് നല്ല കാര്യം. അപ്പോൾ ഇതിന് വലുപ്പത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കായ മാറ്റും. കായ മാറ്റും. അന്ന പൊടി അതിന്റെ ഞെട്ടി ഇതൊക്കെ മാറ്റി വെക്കും. പിന്നെ ഇതിന്റെ തോല് കളയല്. തോല് കളയാ. വിൽപ്പനയ്ക്ക് മുന്നേ ഇവിടുന്ന് ആളുകള് ബൾക്കായിട്ട് എടുത്ത് കൊണ്ടുപോകണതിന്റെ മുന്നേ നിങ്ങൾ ഇതിന്റെ തോലൊക്കെ? ഇല്ല, അങ്ങനെ തോലൊന്നും കളയാതെയാണ് കൊടുക്കല്. തോല് കളയാതെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ വലിയൊന്നും ഇങ്ങനെ ചിലപ്പോൾ വലിയ നീളത്തിൽ ഇങ്ങനെ നൂലൊക്കെ ഉണ്ടിച്ച് ഒന്നിങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ ക്ലിയർ ആക്കിയിട്ട് ആണ് കൊടുക്കല്. പിന്നെ ഏറ്റവും നല്ല കിഴങ്ങ് തെരഞ്ഞെടുത്തിട്ട് നമ്മൾ കൊടുക്കും. അതെ, പൊടിക്ക് പറ്റുന്ന കിഴങ്ങൊക്കെ. അല്ല, നമുക്ക് ഇതിന്റെ പൊടി ഒന്ന് കാണാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുമോ? ചേട്ടാ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അതാണ് അതിന്റെ ഉള്ളിൽ വെള്ളത്തിന്റെ ഈർപ്പം എന്ന് പറയുന്നത്. ഇതാണ് ഇതിപ്പോ ഒരു സെക്കൻഡ് വെയിലടിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മളെ പൊടിയാന്നുള്ള പൊടിയാവും പറയാം. ഈ നീരൊക്കെയാണ് ഞാൻ പറഞ്ഞില്ല, പറിച്ചിട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ട് നീര് വലിയും, കിഴങ്ങ് വെയിറ്റ് കുറയുന്നു പറയില്ലേ. പക്ഷെ അതിന്റെ ഉള്ളിൽ സാധനം എവിടേക്കും പോവില്ല. പൊടിക്ക് അതായത് വാങ്ങുന്ന ആൾക്ക് നഷ്ടം ഉണ്ടാവില്ല. ആയിട്ടാ, അപ്പൊ നമ്മള് നിങ്ങളെ കൂവ പറിക്കുന്നുണ്ടോ? ഇനി നമുക്ക് നിങ്ങൾ ഈ സ്റ്റോക്ക് ഒന്ന് കാണണം. നമ്മള് നിലവിലൂടെ പറിച്ചു വെച്ചതേ എന്താ നോക്കാൻ വേണ്ടി. ആയിക്കോട്ടെ, കാണിക്കാം. നമ്മളിങ്ങനെ ഇട്ടുന്നത് ഈ വെയിൽ നീര് പോവാതിരിക്കാനാണ്? അല്ല, നീര് പോവാതിരിക്കാനല്ല, നമ്മൾ ചാക്കിലൊക്കെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അത് പുഴുകുള്ളൂ.
പുഴുകി വിയർപ്പ് വരുമ്പോൾ നമുക്കത് വിയർപ്പ് വരുന്നത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ പറിച്ച അവിടുന്ന് ഇതൊക്കെയാണ് നല്ല വലിപ്പമുള്ള കിഴങ്ങുകളാണ് ഇവിടെ ഉള്ളത്. നല്ല മുഴുവൻ ഇതാണ് തോലൊക്കെ ഉണ്ടോ, ഇതാണ് തോല് കളയേണ്ട ആവശ്യം വരില്ല പറയുന്നതാണ്. അങ്ങനെ സമയം കൊടുക്കണ്ട. ഇത് നേരെ കഴുകണത്, നേരെ കഴുകണം, നേരെ വാഷ് ചെയ്ത് ഇതാക്കണം, പൊടിയാക്കണം സമയത്ത്. എന്താണ് ഇതിനൊക്കെ ഇതാട്ടോ 100-ൻ്റെത്. നമ്മൾ ചെറിയ തൂമ്പ തട്ടിയതാണ്. ഫുള്ള് നമ്മളൊരു കുപ്പിയിൽ പൗഡർ നിറച്ചും ചെയ്യാറില്ല. ഇത് പിന്നെ തൂമ്പയുടെ ഇത് തട്ടി ഇതാണ്. പക്ഷെ നമ്മൾ പൊടിയാക്കുമ്പോൾ ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ല കിഴങ്ങ് കൊണ്ടാണ് ഞങ്ങൾ പൊടിയാക്കാറ്. ഞങ്ങൾക്ക് സാധനം ഉള്ളത് കാരണം. ആയിത്തേട്ടൻ്റെ അടുത്ത് പൊടി ആവശ്യപ്പെട്ടാലേ കൊടുക്കാണ്ടായിരിക്കും, എങ്ങനെയാണ്? പൊടി ആവശ്യം ഈ പ്രാവശ്യം ഞങ്ങൾ ആക്കാൻ തുടങ്ങിയിട്ടില്ല. ഇതൊക്കെ നമ്മൾ പറിച്ചു വെച്ചതാണ്. പറിച്ചു വെച്ചാണ്. ചാക്കുന്ന പുറത്തേക്ക്. അതെ, ചാക്കിൽ ചേർത്താതുണ്ടോ ഒരു വിയർപ്പ്, ഒരു ഈർപ്പം കണ്ടോ. ഇതിനതുണ്ടോ, ഇത് രണ്ട് കളർ നോക്കിയേക്കാം. ഇതങ്ങനെ കൂടുതൽ ദിവസം വെച്ച് കഴിഞ്ഞാൽ 100 കൂടിയ സാധനമല്ല. ചിലപ്പോൾ പൊട്ടി പരത്തണം, ഒന്നുകൂടി പരത്തണം, ഒതുക്കി പരത്തി അങ്ങനെ തണുപ്പിൽ ഇടണം, വെയിലടിക്കുന്നിടത്ത് ഇടരുത്. ഇതാണ് ഇതിനൊക്കെ ഒരു വിയർപ്പുണ്ടേ, ഒരു കളറും അതും ഇതുമായിട്ടൊരു വിയർപ്പിൻ്റെ വ്യത്യാസം കൊണ്ട് ഒരു ഈർപ്പം. അത് പ്ലാസ്റ്റിക് ചാക്കിൽ എന്ത് സാധനം വെച്ചാലും പുഴുകയും. ചൂട് കൂടുതലാണ്. ഇതിനിങ്ങനെ ഒരു പാർട്ടി പറഞ്ഞിട്ടുള്ളതാണ് ഇത്. ഇതിപ്പോൾ നമ്മൾ തിരുവാതിരക്കൊന്നും കിഴങ്ങ് ഇങ്ങനെ തുടർന്നിരിക്കില്ലേ, തിരുവാതിരക്കൊന്നും കിഴങ്ങ് ഇങ്ങനെ വണ്ണം വരില്ലേ. വണ്ണം വരില്ല. അത് കഴിഞ്ഞാൽ നിലം ഡ്രൈ അങ്ങോട്ടും മുകളിൽ കൊട്ടിക്കാം. ഇത് കിഴങ്ങ് കുഴപ്പമില്ലല്ലോ അല്ലേ. നേരത്തെ പറിച്ചിരുന്നു, ഇപ്പൊ പിന്നെ പറിക്കാൻ എത്ര കാലം വരെ ഇത് കേട് കൂടാതിരിക്കും? പറിച്ചത് പറഞ്ഞാൽ ഇത് നമ്മള് നല്ല പരത്തി ഇടൊക്കെയാണെങ്കിൽ, അതേപോലെ നല്ല തണുപ്പിൽ പരത്തി ഇടൊക്കെയാണെങ്കിൽ 1.5 മാസം ഇരിക്കും. 1.5 മാസം യാതൊരു കുഴപ്പമില്ല. അത് നീര് കുറച്ച് വലിയുന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും വരില്ല. വേറെ കേടൊന്നും പോല പരത്തി ഇടുകയാണെന്ന് വെച്ചാൽ 1.5 കേടും വരില്ല. പൊടിക്കും യാതൊരു നഷ്ടം ഇല്ല, പൊടിക്കില്ല. അതേട്ടാ, നമുക്കേ ഇതിന്റെ പൊടി എത്രത്തോളം ഉണ്ടെന്ന് കൂടി ഒന്ന് നോക്കിയാലോ. എന്തായാലും നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ടല്ലോ, അപ്പൊ അതിന്റെ പൊടി കൂടി നമുക്ക് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് കൂടി ഒന്ന് നോക്കാം. ഓക്കെ, ഇനി നമ്മള് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുന്നത് നമ്മളിപ്പോ ഈ മകരമാസത്തിൽ കൂവ പറിക്കുമ്പോൾ ഇത്രത്തോളം പൊടി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ നമുക്കത് പൊടിയെടുക്കാൻ ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ കിഴങ്ങുകളെ പോളകള് നീക്കം ചെയ്യണം പറയാ. പോളകൾ ഇങ്ങനെ അതിന്റെ കംപ്ലീറ്റ് പോളകൾ കംപ്ലീറ്റ് നീക്കം ചെയ്തിട്ട് നമ്മൾ നേരെ കഴുകണം. 2-3 പ്രാവശ്യം കഴുകിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല പറയാം. എല്ലാതും നേരെ കഴുകുക. അപ്പൊ ഇനി നമുക്ക് ചെറുതായിട്ട് കനം കമ്മിയാക്കിയിട്ട് അരിയണം പറയാം. ഗ്രൈൻഡറിലും അരക്കാം. നമ്മള് ഗ്രൈൻഡറിൽ അതുപോലെ പഴയ വീഡിയോ എടുത്തിട്ടുണ്ട്, മരത്തിന്റെ ഒരല്. അതേട്ടാ, ഇത്രയും ചെറുതായിട്ട്. ഇനി നമുക്ക് ഒന്ന് അരച്ചു നോക്കിയാലോ. മിക്സിയിലേക്ക് ഇട്ടോളൂ. നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നേരെ നമ്മള് എന്തിനാ തുണിയിലിടും? അല്ല, ഇത് നേരെ നമ്മള് ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് തുണി കെട്ടിയിട്ട് അതിലേക്ക് ഈ തുണി കൂടെ ടച്ച് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് ചെയ്യാൻ പോണത്, നമ്മളിതാ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു അല്ലേ, വെള്ളം എടുത്തു. നമ്മൾ കാണിച്ചു തരാം. കാരണം എന്താ വെച്ചാൽ ഇത് ഇന്ന് നമ്മള് ഇവിടെ ഇങ്ങനെ നമുക്ക് കാണിക്കാൻ വേണ്ടിട്ട് ആദ്യം ചെയ്തു വെച്ചതാണ് ഇത് അല്ലെ. അപ്പൊ ഓൾറെഡി ഇതിന്റെ അടിയിൽ പൊടി ഊറിയിട്ടുണ്ട്. ശരിക്കും എങ്ങനെയാണെന്ന് നമ്മളെ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ മുകളിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിന്റെ മുകളിൽ നമ്മൾ ഏറെക്കുറെ തോർത്ത് ഇത് മുകളിൽ കെട്ടി കഴിഞ്ഞാൽ ഈ വെള്ളത്തിലേക്ക് ടച്ച് ആവാൻ തരത്തിൽ ഒരു 3/4 ഭാഗത്തിലധികം വെള്ളം വേണം. കാരണം ഇത് എത്ര സമയം എടുക്കും? 4 മണിക്കൂറോളം എടുക്കും ഇതിന്റെ. 4 മണിക്കൂർ 5 മണിക്കൂർ കൂടിയേ വേണ്ടുള്ളൂ. പിന്നെ നമ്മൾ കൂടുതൽ നേരം അങ്ങനെ വെക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വെള്ള ഇത് കളർ എന്ന് വരും പറയുക, പൊടി പോലെ വരും പറയുക. ആ സമയത്താണെങ്കിൽ ആ പ്രശ്നം വരില്ല. ഇതിപ്പോ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്
കൂടുതൽ സമയം ഇതായത് കാരണമാണ് പറയാം ഈ ഒരു കളർ അല്ലെങ്കിൽ തെളിഞ്ഞ വെള്ളമായിട്ട് ഉണ്ടാവുക. ഇതിപ്പോ നമ്മൾ ഇതിൽ കെട്ടി ഇത് ഈ തുണി വെള്ളത്തിലേക്ക് ടച്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് അമർത്തിക്കോളൂ. ഇങ്ങനെ ഇങ്ങനെ ടച്ച് ചെയ്യണം അല്ലെ. ഇനി ആ അരച്ച സാധനം അല്ലേ നമ്മൾ ഇതിലിടേണ്ടത്? അതിലിട്ട് ഇവിടെ നമ്മുടെ മിക്സിയിലാണ്. കുഴപ്പമില്ല. ഇനി കുറച്ചല്ലേ ഇടുക അല്ലേ? അല്ല, അത് ഇട്ടുള്ളൂ. നമുക്കിത് എങ്ങനെയാന്ന് കാണിക്കാൻ വേണ്ടി ഇത് കുറച്ചല്ലേ ഉള്ളൂ. നമ്മൾ അരച്ചത് കുറച്ചേ ഉള്ളൂ. ശരിക്കും ഇങ്ങനെ ഇടുന്നു. എന്നിട്ട് നമ്മൾ ഇത് നമ്മളത് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്യാം. അത് എങ്ങനെ ഇളക്കുന്നതിനനുസരിച്ച് നമ്മളെ പൊടി താഴോട്ട് പോകും അല്ലേ? ഇത് നമ്മള് മുന്നൊരു വീഡിയോയിൽ ഈ സാധനം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അജിത്തേട്ടന്റെ കുവയുടെ ആ പൊടി ഉണ്ടല്ലോ, അതിന്റെ ക്വാളിറ്റി കാണിക്കാനാണ്. അപ്പൊ ശരിക്കും ഇപ്പൊ നമുക്ക് ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അല്ലെ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 4 മണിക്കൂർ 5 മണിക്കൂർ കൊണ്ട് ഇതിന്റെ അടിയിൽ പൊടിയാവും. അപ്പൊ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച സാധനം ഇതാണല്ലോ, ഇതല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അജിത്തേട്ട ഇതിന്റെ അടിയിലുള്ള ആ പൊടി ഒന്ന് കാണാൻ വേണ്ടിട്ട് നോക്കിയാലോ? നമുക്ക് പ്രേക്ഷകർ കാണിച്ചു കൊടുക്കാം എത്രത്തോളം നിങ്ങളുടെ കൂടെ ഒരു ക്വാളിറ്റി എന്താന്നുള്ളത്. ശരി, ഇത് നമ്മള് വൃത്തിയുള്ള ഒരു പ്ലേറ്റില് ഷീറ്റിലൊക്കെ ഇട്ടിട്ട് നമ്മള് വെയിലത്ത് വെച്ച് ഉണക്കണം പറയാ. എത്ര ദിവസം? അതൊരു 2 ദിവസം ഉണക്കണം പറയാ. 2 ദിവസം ഉണക്കിയല്ലേ? ഓക്കെ, അത്യാവശ്യം നല്ല പൊടി ഉണ്ട് കേട്ടോ. ആയിത്തേട്ടാ, ഇത്രയും പൊടി ഉണ്ടല്ലോ, ഏകദേശം എത്ര കിലോ എടുത്തിട്ടുണ്ടായിരിക്കും? ഇതിലൊരു 2 കിലോനൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ. 2 കിലോ എടുത്തിട്ടുണ്ടാവുള്ളൂ അല്ലേ? അപ്പൊ ഇത്ര പൊടി ഉണ്ട് അല്ലേ? ഇത് വേണമെങ്കിൽ ശരിക്കും ഒന്നും കൂടി നമുക്ക് വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് തെളിയാൻ വെക്കാം. തെളിയാൻ വെച്ചിട്ട് ഇതേപോലെ ഒരു 4 മണിക്കൂർ കഴിഞ്ഞാൽ വെള്ളം ഊറ്റി കഴിഞ്ഞാൽ ഒന്നും കൂടി എക്സ്പോർട്ട് ക്വാളിറ്റി പൊടിയായി വരും പറയാ. അപ്പൊ ഇത് ഇത്രയും നല്ല പൊടി ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇത് 2 ദിവസം ഉണക്കും ചെയ്യാം അല്ലേ? ഇതിങ്ങനെ മാവ് പോലെ ഇട്ടാ വരിക. പിന്നെ അങ്ങനെ വെയിലത്ത് ഒന്ന് വെള്ളം നീരൊക്കെ വലിയുമ്പോ ഒന്ന് പൊടിച്ചു കൊടുത്താൽ മതി. 2 ദിവസം നല്ല വെയിലത്ത് മണ്ണും പൊടിയൊന്നും ആവാതെ വെയിലത്ത് ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ വെക്കണം. കാറ്റും പൊടിയൊന്നും ആവാതെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് പൊടിയായി പറയും. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളെ അജിത്തേട്ടന്റെ കുവയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുമാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നിങ്ങൾ നോക്കൂ, ഒരു കുവ ഏകദേശം 300-400 ഗ്രാമോളം തൂക്കമുള്ള കുവകളൊക്കെയാണ് ഇവിടെ ഉള്ളത്, കൂടുതലായിട്ടുമുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണ് അതിൻ്റെ ആ പൊടി നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഒരു കർഷകൻ്റെ വിജയം എന്ന് പറയുന്നത് അവൻ സത്യസന്ധമായിട്ട് കൃഷി ചെയ്യുന്നു, അത് അവന് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ അവൻ അത് മാർക്കറ്റിലേക്ക് ഇറക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ശരിയായ രീതിയിൽ നമ്മുടെ അജിത്തേട്ടനെ പോലെയുള്ള കർഷകർക്ക് സാധ്യമാവേണ്ടത് നമ്മുടെ ഈ ഓർഗാനിക് കേരളം പോലെയുള്ള ചാനലുകളൊക്കെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അജിത്തേട്ടൻ്റെ ഈ കൃഷി ലോകത്തെമ്പാടും എത്തിക്കുക. അജിത്തേട്ടനെ പോലെയുള്ള കർഷകർ നമ്മളാൽ കഴിയുന്ന വിധം പ്രൊമോട്ട് ചെയ്യുക. ഇതുപോലെ പക്ക നാച്ചുറലായിട്ട് കൃഷി ചെയ്ത് ഒരു ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ ജനങ്ങളിലേക്ക് ഇത് ശരിക്കും കൂവപ്പൊടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. അത്രത്തോളം ഔഷധ ഗുണമുള്ള ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ കണ്ട് എല്ലാവരിലേക്കും എത്തിക്കുക. അതുപോലെ നമുക്കിതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടി കൂടെ ഉണ്ടാവാം. അടുത്തൊരു വീഡിയോയിൽ ഒട്ടും വൈകാതെ നമുക്ക്